പൃഥ്വിരാജ് ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. കാരണം കുറെ പുറത്തിടാത്ത ചേട്ടാ ഇപ്പോൾ വേൾഡ് കപ്പ് കാണാറുണ്ട് ശരിക്കും? അല്ല എൻ്റെ പല ഇപ്പൊ അർജുൻ ചേട്ടനോട് ഇതേപോലെ ചോദിച്ചു പറഞ്ഞു ചേട്ടൻ കാണാറില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ചോദിച്ചതാണ്. ഇപ്പൊ അർജന്റീന തന്നെയാണോ? അർജന്റീന പോയില്ലേ? അർജന്റീന പോയിട്ടില്ല. പോയിട്ടില്ല. അപ്പൊ മനസ്സിലായില്ല, ഞാൻ എല്ലാ കളിയും കാണാൻ സമയം കിട്ടില്ല. ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ബ്രസീൽ ഔട്ടായി അല്ലേ? ബ്രസീലും പോർച്ചുഗലും ഒക്കെ ഔട്ടായി. അർജന്റീനയും പിന്നെ ആരും കൂടെ കളിച്ചിട്ട് ലാസ്റ്റ് കളിച്ച് ഈജിപ്ത് നല്ല കളിയായിരുന്നു. ഇപ്പോൾ ഇനി വരാനുള്ള വലിയൊരു പ്രൊജക്റ്റിനെ കുറിച്ച് ചോദിക്കാം. ടിക്കിറ്റാക്കയുടെ എന്താണ് പറയാൻ പറ്റുന്നത്? ഷൂട്ടിങ് കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? എൻ്റെ കഴിഞ്ഞു. അതെന്തോ ഒരു 1 വീക്ക് എന്തോ കുറച്ചും കൂടി ഉണ്ട്. എനിക്കില്ല, എൻ്റെ അഭിതാണ്. ഇത് വലിയൊരു ഫൈറ്റൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഇന്റർവ്യൂവിൽ പറയണത് കേട്ട്. എന്തായാലും പറയാൻ പറ്റുന്നത്? കുറേ ഫൈറ്റ് ഉണ്ട്. ഞാനൊരു ഫൈറ്റ്, ഞാൻ 2 ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓ, എങ്ങനെ ഉണ്ടായിരുന്നു ഫൈറ്റ് ചെയ്ത എക്സ്പീരിയൻസ്? ഇപ്പോൾ ഫൈറ്റ് പണ്ടും ചെയ്തിട്ടുണ്ടല്ലോ, ഇപ്പോഴും ചെയ്യും. ഇപ്പൊ പുതിയ തലമുറയുടെ കൂടെ ഫൈറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? തലമുറ ആരാണെങ്കിൽ ഇപ്പൊ എന്താണ്, നമ്മൾ ഫൈറ്റ് ചെയ്യും. നമുക്ക് പറ്റുന്നത് നമ്മൾ ചെയ്യും. പിന്നല്ല, നമ്മളെല്ലാം ചെയ്യണമല്ലോ. എത്ര ദിവസം ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? കുറേ ദിവസം ഉണ്ടായിരുന്നു. കാരണം അതിൻ്റെ കുറച്ച് ഡേറ്റ്സിൻ്റെ പ്രശ്നം വന്നപ്പോൾ അതനുസരിച്ച് നമ്മൾ നിന്ന് അത് ചെയ്യണമല്ലോ. ഏത് പടമാണെങ്കിലും അങ്ങനെ ചെയ്യണം, തീർത്തു കൊടുക്കണം. അപ്പോൾ അത് ചെയ്ത് തീർത്തു. കുറെ താരങ്ങളുണ്ട്. ആസിഫ് അലി ഉണ്ട്, നസ്ലിൻ ഉണ്ട്, ലുക്മാൻ. അതൊന്നുമല്ല, കുറേ ഉണ്ട്. പൃഥ്വിരാജ് ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. കാരണം കുറെ പുറത്തിടാത്ത പൃഥ്വിരാജ്, കല്യാണി പ്രിയദർശൻ അങ്ങനെയൊക്കെ ഉണ്ട്, കുറച്ച് ആൾക്കാരുണ്ടെന്നൊക്കെ കേട്ടു. നസ്ലിനായിട്ട് കോമ്പിനേഷൻസ് ഉണ്ട്, ലുക്മാനായിട്ട് അവരൊക്കെ ഉണ്ട്. അവരായിട്ട് കോമ്പിനേഷൻ. ഞാൻ ആസിഫ് അലി ആയിട്ടാണ്, ആസിഫും ഞാനായിട്ട് കോമ്പിനേഷൻ. പിന്നെ ക്ലൈമാക്സിൽ കുറച്ച് പുതിയ ആർട്ടിസ്റ്റ് എനിക്ക് പരിചയമില്ല. ഓക്കെ, ഞാനും ഇപ്പോൾ ഇന്നലെയും കൂടി പറക്കുന്നളിക കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കുറിച്ചൊരു സീനിനെ കുറിച്ച് ഞാൻ ചോദിക്കട്ടെ. അതായത് ഇപ്പോൾ ദിലീപിൻ്റെ അടുത്തിട്ട് ചാണകത്തി മുക്കി സൈക്കിളിൻ്റെ ഓടി വന്നിട്ട് ഇത് ഞാനാ ഉണ്ണി എന്ന് പറയുന്ന ഒരു സീനുണ്ട്. അത് മൊത്തം ചാണകത്തി കുളിച്ചിട്ടാണ്. ഓക്കെ പക്ഷേ അതും കേട്ടില്ല. പാടത്ത് വീണെന്നുള്ള പറയണത്. അത് എങ്ങനെയായിരുന്നു മൊത്തത്തിൽ? ഇപ്പോൾ ഇതേപോലെ ഒരു സീൻ എന്തായിരുന്നു മീശമാ പറഞ്ഞാൽ ഞാൻ എങ്ങനെ ആ സീനെ ആ കോല എങ്ങനെ ആക്കിയെന്ന് പറഞ്ഞാൽ ഇപ്പം ഇതേപോലെ തന്നെ മീശ മാധവനിൽ സലീം കുമാറായിട്ട് ഇതേപോലെ വീണുണ്ടാവും. ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന്. അന്നത്തെ കാലത്ത് ഇതേപോലത്തെ സീനൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അന്ന് ചിരിക്കാൻ ഒരുപാട് സീനായിരുന്നു. അതുകൊണ്ട് ചോദിച്ചത്. ആ സമയത്ത് അതിന് അങ്ങനെ ചെയ്യേണ്ടി വരും. നമ്മൾ എന്താണെങ്കിലും ചെയ്യണം, നമ്മുടെ ജോലിയല്ലേ. ആ സമയത്ത് ചെളിയിൽ വീണാലും ശരിയാണ്, പുഴയിൽ വീണാലും ശരിയാണ്. ആ സിറ്റുവേഷൻ ഡയറക്ടർ പറയാൻ നേരത്തെ നമ്മൾ ചെയ്യും. എങ്ങനെ ഉണ്ടായിരുന്നു സ്പോട്ടിൽ? കുറേ അല്ല സ്പോട്ടിൽ ഞാൻ വീണ്ടും കൊണ്ട് ചോദിക്കാനല്ല, അന്ന് ചോദിച്ചു പറഞ്ഞാൽ ഞാനാ ഉണ്ണി എന്ന് പറയുമ്പോൾ തിരിച്ച് പറയണത് എന്താണ്? അപ്പം ഞാനാരാ തിരിച്ച സ്പോട്ടിൽ കൗണ്ടർ ചെയ്യുന്നത് അന്നത്തെ പഠനത്തിൽ. അങ്ങനെ നമ്മൾ സ്ക്രിപ്റ്റിലുള്ളതാണ്, കുറേ ഇംപ്രവൈസേഷൻ ഉണ്ടാവും. അങ്ങനെയാണ് അന്ന് ചെയ്തിരുന്നത്.